السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ബഹുമാന്യ സഹോദരന്മാരെ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജിനുള്ള മാനസികമായ ഒരുക്കത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പരാമർശിച്ചിരുന്നത്. ഇന്ന് ഹജ്ജ് കർമ്മം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ആ വശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരാമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹജ്ജ് നിർവഹിക്കുന്നതിന് മഹത്തായ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ, ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ആ ഹജ്ജിനിടയിൽ അനാവശ്യമായ പ്രവർത്തനങ്ങളൊന്നും അവൻ ചെയ്തിട്ടില്ല, ലൈംഗികമായിട്ടുള്ള തെറ്റുകളൊന്നും അവൻ പ്രവർത്തിച്ചില്ല, മറിച്ച് ഹജ്ജിൻ്റെ സത്തയും ആത്മാവും മനസ്സിലാക്കി നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കയൗമ വലദതുഹു ഉമ്മുഹു, മാതാവ് ജന്മം നൽകിയ ദിനത്തിലുള്ള കുഞ്ഞിനെ പോലെയാണ്. മാതാവ് ജന്മം നൽകിയ സന്ദർഭത്തിൽ ഒരു കുഞ്ഞ് പൂർണ്ണ നിഷ്കളങ്കമാണ്, യാതൊരു പാപത്തിൻ്റെ കറയുമില്ലാത്ത കുട്ടിയാണ്. ഇതേപോലെ പരിശുദ്ധമായ തൂവെള്ളയായ മനസ്സിൻ്റെ ഉടമയായിരിക്കും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വ്യക്തി. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനായ മനുഷ്യനായി മാറും. അത്തരത്തിൽ പടച്ചവൻ്റെ സാമീപ്യം ലഭിച്ച് പാപങ്ങളില്ലാതെ വിശുദ്ധനായി തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്നത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കുന്ന വ്യക്തിക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്നാണ് അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ഹജ്ജ് പലപ്പോഴും ഒരു തവണയായിരിക്കും. ചെയ്യുന്നത് കൃത്യമായും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ അന്നീ മനാസികക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അവിടെ ആളുകൾ പലതും ചെയ്യുന്നവരുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരെ അറിയാത്തവരുണ്ട്. ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ സംശയമുണ്ടാകുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഹജ്ജിൻ്റെ സന്ദേശത്തിനും ആത്മാവിനും വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെ പോലും നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹജ്ജ് എന്താണ്, എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, അത് ഉൾക്കൊള്ളുന്ന ചരിത്ര സത്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഒരു ഹജ്ജിന് ഒരുങ്ങുന്ന വ്യക്തി കൃത്യമായും അറിഞ്ഞിട്ടായിരിക്കണം ആ കാര്യം നിർവഹിക്കേണ്ടത്. നമ്മിൽ പല ആളുകളും ഉംറ നിർവഹിച്ചവരായിരിക്കും. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ഒരു ഉംറയോ ഹജ്ജോ നമ്മൾ നിർവഹിക്കുന്നത്. ഈ ഹജ്ജ് കർമ്മമാണെങ്കിലും ഉംറയാണെങ്കിലും നിർവഹിക്കുന്ന വ്യക്തി മീഖാത്തിലൂടെ, നിശ്ചയിക്കപ്പെട്ട അതിർത്തിയിലൂടെ, സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മക്കയുടെ നാനാഭാഗത്തു നിന്നും മക്കയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കൃത്യമായ മീഖാത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മീഖാത്തിലൂടെ കടന്ന് ഹറമിലേക്ക് എത്തുന്നു, പവിത്രമായ നിർഭയമായ ഭൂപ്രദേശത്തേക്ക് എത്തുന്നു. ഹറമിൽ നിന്നാണ് നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുന്നത്. മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചാൽ കായബയുടെ അങ്കണത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ വളരെ കൃത്യമായും വ്യവസ്ഥാപിതമായ രൂപത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ത്വായിഫ് വഴിയായിരിക്കും അയാൾ യാത്ര ചെയ്യുന്നത്, അതല്ലെങ്കിൽ മദീന വഴിയാകും. ഈ രണ്ട് വഴിയിലും മീഖാത്തുകളുണ്ട്.
മദീനയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ചെന്നാൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മീഖാത്തിലേക്ക് എത്തിച്ചേരുകയും ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ടത്. മീഖാത്തിലെത്തുമ്പോൾ ആദ്യമായി നാം നിർവഹിക്കുന്നത് ഇഹ്റാമിന് വേണ്ടി കുളിക്കുകയാണ്. അത് സുന്നത്താണ്, നിർബന്ധമായ കർമ്മമല്ല. ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്ന ഉദ്ദേശത്തോടുകൂടെ മീഖാത്തിൽ വെച്ചുകൊണ്ട് കുളിക്കുക. അത് അല്പം മുമ്പ് കുളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി ഉണ്ടായിരിക്കണം എന്നർത്ഥം. ആ കുളി അശുദ്ധിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും സുന്നത്ത് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അതേ പ്രകാരം അസ്മാ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ റസൂലിന്റെ കൂടെ ഹജ്ജിൽ പങ്കെടുത്ത ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അശുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് കുളിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും അങ്ങനെ കുളിച്ച് ഇഹ്റാമിൽ അവർ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവ അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ പോലും മീഖാത്ത് കടന്നു പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടായിരിക്കണം കടന്നു പോകുന്നത് എന്നർത്ഥം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ആ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് നഖം, മുടി പോലെയുള്ളതൊക്കെ ശുചീകരിക്കുന്നത് പ്രയാസകരമാണ്, നമുക്കറിയാം. അതുകൊണ്ട് ഹജ്ജിന് നമ്മൾ റൂമിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ നിർവഹിക്കുക. അവിടെ നല്ല തിരക്കുള്ള സമയമായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സന്ദർഭോചിതമായിട്ടായിരിക്കണം നമ്മൾ ബാത്റൂമിൽ നമ്മുടെ സമയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക, ഇതാണ് ആദ്യമായി നമുക്ക് ചെയ്യേണ്ട കർമ്മം. കുളിച്ചു കഴിഞ്ഞ ശേഷം സുഗന്ധമുണ്ടെങ്കിൽ ശരീരത്തിൽ പൂശാം. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ശരീരത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ഇഹ്റാമിന്റെ ഡ്രസ്സിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുണി ഉടുക്കുകയും ഒരു തുണി പുതക്കുകയും ചെയ്യുകയാണ് ഇഹ്റാമിന്റെ വേഷം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന് പ്രത്യേകമായ വേഷമില്ല. ഇഹ്റാമിന് പ്രത്യേകമായ വേഷമില്ല. അവർ സാധാരണ ധരിക്കുന്ന പോലെയുള്ള വേഷം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോടും പുരുഷന്മാരോടും നൽകിയ ഉപദേശങ്ങൾ ശ്രദ്ധേയമായത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മുഹ്രിം ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന വ്യക്തി ഷർട്ട് ധരിക്കരുത്, തലപ്പാവ് ധരിക്കരുത്. ഷർട്ട്, തലപ്പാവ്, തൊപ്പി, പാന്റ്, ഇതുപോലുള്ള വസ്ത്രങ്ങൾ, 2 സോക്സ്, ഇതെല്ലാം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ധരിക്കുന്നത് പ്രവാചകൻ വിലക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖാവരണവും കയ്യുറയും, ഇത് രണ്ടുമാണ് സ്ത്രീകൾക്ക് വിലക്കിയിട്ടുള്ളത്. ലാ തന്തഖിബുൽ മർഅത്തുൽ മുഹ്രിമ വലാ തൽബിസുൽ ഖഫാസൈൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇത് രണ്ടും ഉപേക്ഷിക്കണമെന്നാണ്. വസ്ത്രത്തിൽ നിർദ്ദേശിക്കപ്പെട്ട രീതി ഈ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കി ഇഹ്റാമിലേക്ക് വസ്ത്രം ധരിച്ചത് കൊണ്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നില്ല. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് നമ്മൾ ഏത് രൂപത്തിലുള്ള കർമ്മമാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രഖ്യാപനം നടത്തണം. ഇപ്പൊ നമസ്കരിക്കുവാൻ വേണ്ടി വുളൂ ചെയ്ത് ഡ്രസ്സ് മാറ്റിയത് കൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുന്നില്ല. നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പ്രഖ്യാപിക്കുന്ന പോലെയാണ്. ഇതുപോലെ ഹജ്ജിലാണെങ്കിലും ഉംറക്കാണെങ്കിലും നമ്മൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള തൽബിയത്ത് പ്രഖ്യാപിക്കണം. ഇവിടെ 3 രീതിയിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ഒന്ന്, ഹജ്ജും ഉംറയും ഒരുമിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് നിർവഹിക്കുന്ന രീതി. അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ വ ഉംറതൻ ചേർത്തുകൊണ്ട് മീഖാത്തിൽ എന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ടും ഒരുമിച്ചാണ് അവർ നിർവഹിക്കുന്നത്. മറ്റു രൂപമുള്ളത് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, ഹജ്ജ് മാത്രം നിർവഹിക്കുന്ന രൂപമാണ്. മൂന്നാമത്തെ രൂപമുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും പ്രാധാന്യമുള്ളതും പുണ്യം അധികമുണ്ട് എന്ന് വിശദീകരിക്കപ്പെടുന്നതുമായ രൂപം. ആദ്യം ഉംറ നിർവഹിക്കുക. ഉംറയിൽ നിന്ന് വിരമിച്ച ശേഷം ദുൽഹജ്ജ് 8-ന്റെ അന്ന് ഹജ്ജിന് വേണ്ടി പ്രത്യേകമായി വീണ്ടും ഇഹ്റാം ചെയ്തുകൊണ്ട് ഹജ്ജും ഉംറയും രണ്ടും വെവ്വേറെ നിർവഹിക്കുക. അങ്ങനെയുള്ള ഉംറയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള ഹജ്ജാണ്. അതുകൊണ്ട് മീഖാത്തിലെത്തിയാൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്നല്ല നമ്മൾ പറയേണ്ടത്, അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ. നമ്മുടെ മനസ്സിലുള്ളത്
തമത്തു ആയിക്കൊണ്ട്, അഥവാ ആദ്യം ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹജ്ജ് നിർവഹിക്കുമെന്ന ഉദ്ദേശപ്രകാരം അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ എന്ന് പറയുക. അങ്ങനെ ആ വാക്ക് നമ്മൾ പ്രഖ്യാപിച്ചാൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. അത് പ്രഖ്യാപിക്കുന്നതോടുകൂടെയാണ് നമ്മൾ ഈ ഇബാദത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെയുള്ള കുളിയും ഡ്രസ്സൊക്കെ ഒരുക്കങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറെ കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമാകുന്നുണ്ട്. സാധാരണ ജീവിതത്തിൽ അനുവദിച്ചിരുന്ന പല കാര്യങ്ങളും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടെ നിഷിദ്ധമായി തീരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഹ്ലിഖു റൂസകും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്ത വ്യക്തി ആ ബലിമൃഗം അതിന്റെ സ്ഥാനത്തെത്തുവോളം തലമുടി നീക്കം ചെയ്യരുത്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ തലമുടി നീക്കം ചെയ്യാൻ അനുവാദമില്ല. ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതാണ് മുടി നീക്കം ചെയ്തുകൊണ്ട്. അതുവരെയും മുടി നീക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം അഥവാ ഒന്ന് ചൊറിഞ്ഞു പോയാൽ അപകടമാണ് എന്ന അർത്ഥത്തിലല്ല. മുടി നീക്കുക എന്ന നിലക്ക് മുടി വെട്ടുകയോ കളയുകയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് അർത്ഥം. അതേ പ്രകാരം നഖം വെട്ടാനോ നഖം നീക്കാനോ ഇതിന്റെ ഇടയിൽ അനുവാദമില്ല. ഇനി യാദൃശികമായൊരു നഖം പൊട്ടിയാൽ, എവിടെയെങ്കിലും വെച്ചുകുത്തിയൊക്കെ പൊട്ടിയാൽ അത് നീക്കം ചെയ്യുന്നതിന് വിരോധവുമില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലയും മുഖവും മറക്കാൻ പാടില്ല. തല മറക്കുന്നത് തൊപ്പിയോ തലപ്പാവോ കൊണ്ട് ധരിക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. എന്നാൽ തണല് ഉള്ള സ്ഥലത്ത് നിൽക്കാം, കുട ചൂടാം, ഇതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ജംറത്തുൽ അഖബയിൽ അന്ന് പ്രവാചകന് ആവശ്യമായ തണല് സഹാബികൾ നൽകിയിരുന്നു എന്ന് വ്യക്തമായ ഹദീസുകൾ നമുക്ക് കാണാം. തണൽ കൊള്ളുന്നതിന് യാതൊരു വിരോധവുമില്ല. തണൽ കൊള്ളാൻ പാടില്ല എന്ന് ധരിച്ചുകൊണ്ട് മുകൾ ഭാഗം പൊളിച്ച ധാരാളം വാഹനങ്ങൾ അതിലെ കടന്നു പോകുന്നത് നമുക്ക് കാണാം. പക്ഷേ മതം അത്രത്തോളം നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഒരു വസ്ത്രധാരണ എന്ന നിലക്ക് തലമറക്കുന്നതാണ് വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. നാലാമത്തത്, ശരീര ആകൃതിയിൽ തയ്ച്ചുണ്ടാക്കിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഷർട്ട്, ബനിയൻ ഇതുപോലുള്ള ശരീരാകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേ സമയത്ത് തുന്നലുള്ളത് ഉപയോഗിക്കാം. ചില ബെൽറ്റിൽ തുന്നലുണ്ടായിരിക്കും. അതേ പ്രകാരം വാച്ചിൽ തുന്നലുണ്ടാകും. ഇനി നമ്മൾ ഇഹ്റാമിൽ ധരിച്ച വസ്ത്രം തന്നെ എവിടെയെങ്കിലും കീറുകയോ മറ്റോ ചെയ്താൽ അതൊന്ന് തുന്നിക്കൂട്ടുന്നതിനും വിരോധമില്ല. പല പുസ്തകങ്ങളിലും ഉണ്ടാവുക ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കരുത് എന്ന പ്രയോഗമാണ്. പക്ഷെ അതല്ല ഹദീസുകൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രയോഗത്തിന്റെ ഉദ്ദേശവും അതല്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ ഒരു പ്രയോഗം അതിന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന ശരീരാകൃതിയിലുള്ള വസ്ത്രങ്ങൾ അത് ഏതാണെങ്കിലും ശരി, അത് ധരിക്കുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് അനുവദനീയമല്ല. സുഗന്ധമുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സുഗന്ധമുള്ള സോപ്പ് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ സോപ്പ് കരുതുമ്പോൾ അത്തരം സോപ്പല്ല നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അർത്ഥം. ഇഹ്റാമിൽ പ്രവേശിച്ചാലും നമുക്കിടക്ക് കുളിക്കേണ്ടി വരും. ചിലപ്പോൾ കുളി നിർബന്ധമായി എന്ന് വരും. അപ്പൊ അത്തരം ഘട്ടങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ സുഗന്ധമുള്ള സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതേ പ്രകാരം തന്നെ പേസ്റ്റ്, ചില എണ്ണ, ഇതൊക്കെ വളരെ സുഗന്ധമുള്ളത് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലുസ് സ്വൈദ വഅൻതും ഹുറം. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ട പിടിക്കരുത് എന്നാണ്. നമ്മളാരിപ്പോൾ വേട്ട പിടിക്കാൻ പോകുന്ന സ്വഭാവക്കാരല്ല, അതിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടാവില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹറമിൽ എല്ലാ ജീവികൾക്കും നിർഭയത്വമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും പ്രാവുകളോ അതുപോലുള്ള കണ്ടാൽ അതിന് ആട്ടി ഓടിക്കാനും തെളിക്കാനും നമ്മൾ പോകേണ്ടതില്ല. അതിനും സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കപ്പെട്ട നിർഭയത്വ സ്ഥലത്താണ് അതുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വിവാഹ അന്വേഷണം ഇതെല്ലാം ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നിഷിദ്ധമാണ്. വളരെ ഗൗരവത്തിലാണ് ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്. ലാ യൻകിഹുൽ മുഹരിമു വലാ യുൻകഹു വലാ യഖ്തുബു വലാ യുഖ്തബു. വിവാഹ അന്വേഷണം നടക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കരുത്. ഒരാൾ ഇവിടുന്ന് വരും, ഒരാൾ മറ്റു പ്രദേശത്ത് നിന്ന് വരും, എന്നിട്ട് ഹറമിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒത്തുകൂടും, എന്നിട്ടാണ് കല്യാണക്കാര്യമൊക്കെ ചർച്ച ചെയ്യുക. രണ്ടാളും ഇഹ്റാമിൻ ഡ്രസ്സിലായിരിക്കും ചെയ്യും. അപ്പൊ അങ്ങനെ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് ഇത്തരം വിവാഹങ്ങളോ അന്വേഷണങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്യുന്നത് വിലക്കപ്പെട്ടതാണ്. മറ്റൊന്ന് പ്രധാനമായും വിലക്കിയിട്ടുള്ളത് ലൈംഗിക ബന്ധവും ശൃംഗാരവും ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. ഇതൊക്കെ കുടുംബവുമായി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
ഹജ്ജിൽ നിന്ന് 2 തരത്തിലുള്ള വിരാമമാണുള്ളത്. ഒന്നാമത്തെ വിരാമത്തിന്റെ മുമ്പാണ് ലൈംഗിക ബന്ധം നടന്നതെങ്കിൽ ഹജ്ജ് നഷ്ടപ്പെടും. പ്രായശ്ചിത്തമായി ഒരു ഒട്ടകത്തെ ബലിയിറക്കണം. അതിന്റെ പുറമെ അടുത്ത വർഷം ഹജ്ജ് ഖളാ വീട്ടുകയും ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് പൂർത്തിയാക്കുകയും വേണം. ഒന്നാമത്തെ വിരാമം കഴിഞ്ഞതിന്റെ ശേഷമാണ് വന്നതെങ്കിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരാടിനെ അറുത്താൽ മതി എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഗൗരവമുള്ളതാണ് ലൈംഗികമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ നിഷിദ്ധമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറന്നു സംഭവിച്ചാൽ, ഞാൻ ഇഹ്റാമിലാണ് എന്ന ബോധമില്ലാതെ നല്ല വെയിൽ കൊള്ളുമ്പോൾ ചിലപ്പോൾ ആളുകൾ തട്ടെടുത്ത് തലയിലിടും. അതൊക്കെ സംഭവിക്കുന്നതാണ്. ചില ആളുകൾക്ക് അറിയാതെ നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടാവും, ചിലർക്ക് മീശ കടിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയാതെ സംഭവിച്ചു പോയാൽ അതിൻ്റെ പേരിൽ പ്രായശ്ചിത്തമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കണ്ടു നിൽക്കുന്ന ആളുകൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ചില ആളുകൾ ഉറങ്ങുമ്പോൾ എങ്ങനെയായാലും തലമുടി പോച്ച് കിടക്കുന്നവരുണ്ട്. അബദ്ധം സംഭവിക്കുന്ന ഉറക്കിലാണ്. അതിൻ്റെ പേരിലും പ്രത്യേക പ്രായശ്ചിത്തങ്ങളൊന്നും നൽകേണ്ടതില്ല. ഇത്തരം ഒരു നിയമമുണ്ട് എന്ന് അറിയാതെയാണ് സംഭവിച്ചതെങ്കിലും അതിനും വിരോധമില്ല. മറിച്ച് മനഃപൂർവ്വം തന്നെ ഒരാൾക്ക് മുടി വെട്ടേണ്ടി വന്നു, അതല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിച്ചു, അറിയാം ഇത് പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ പ്രായശ്ചിത്തമുണ്ട്. ഒരുപക്ഷെ ആടിനറക്കണം, അതല്ലെങ്കിൽ 3 ദിനം വ്രതം അനുഷ്ഠിക്കണം, അതുമല്ലെങ്കിൽ 6 മിസ്കീന് ഭക്ഷണം കൊടുക്കണം. ഇതിലേതെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ നിഷിദ്ധമായി ഈ കാര്യങ്ങൾ ചെയ്താൽ ആ ചെയ്ത ആളുകൾ പ്രായശ്ചിത്തം നൽകിയിരിക്കണമെന്ന് ഖുർആനിന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇത്തരം ഫമൻകാനമിൻകും മരീളൻ ഔ ബിഹി അദം മിർ റഅസിഹി ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്കിൻ. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യണം. തലക്ക് വളരെ പ്രയാസകരമായ അവസ്ഥ വന്ന ഒരാൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തല മുഴുവനും പേനും ചെള്ളൊക്കെ നിറഞ്ഞിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? റസൂൽ പറഞ്ഞു, മുടി കളയുക, എന്നിട്ട് നീ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നാണ് കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയിട്ടുള്ള നിർദ്ദേശമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഈ കാര്യങ്ങൾ നിഷിദ്ധമാണ്. അതിൽ നമ്മൾ മനഃപൂർവ്വമായി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാം, പക്ഷേ പ്രായശ്ചിത്തം ചെയ്തിരിക്കണം എന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം നിർവഹിക്കുന്നത് തൽബിയത്ത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്ത് മീഖാത്ത് മുതൽ തുടർച്ചയായി കൊണ്ട് മക്കയിലെത്തുവോളം അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മീഖാത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ നമ്മൾ കൂട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഹ്റാമിന് വേണ്ടി പ്രത്യേകം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്നിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. പള്ളിയിൽ നടക്കുന്ന നമസ്കാരത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പള്ളിയിൽ കയറി തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയോ ചെയ്ത ശേഷം പള്ളിയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാം, അതല്ലെങ്കിൽ വാഹനത്തിൽ കയറിയിരുന്നു കൊണ്ട് പ്രഖ്യാപിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി ഹദീസുകൾ രേഖപ്പെടുത്തിയത് പ്രവാചകൻ കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് വാഹനത്തിൽ കയറിയിരുന്ന് അല്ലാഹുമ്മ ലബ്ബൈക് എന്നുള്ള പ്രഖ്യാപനം നടത്തിയതായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത്. ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികളുമായി പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ കുട്ടി തന്നെയാണ് ഇഹ്റാമിന്റെ പ്രഖ്യാപനം നടത്തേണ്ടത്. കൊച്ചുകുട്ടിയാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഇഹ്റാമിന്റെ പ്രഖ്യാപനം നടത്തുകയും സാധ്യമായത്ര ഹജ്ജിന്റെ കർമ്മങ്ങളിലെല്ലാം അവരെ പങ്കെടുപ്പിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക. ഇതാണ് കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. റസൂലിന്റെ കാലത്തൊരു സ്ത്രീ ചോദിച്ചു, അലിഹാദ ഹജ്ജുൻ, കുട്ടിയെ കാണിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നഅം വലക്കി ഹജറുൻ. ആ കുട്ടിയുടെ മാതാവിനോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രതിഫലം നിനക്കുണ്ട് എന്ന് പറയുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി അവിടെ നിന്ന് അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബൈർ റളിയല്ലാഹുവിന്റെ മകൾ ദുബാഅ ഹജ്ജിന് വേണ്ടി വന്നിരുന്നു. രോഗിയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ റസൂല് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നീ ഒരു ഉപാധി വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചോ. ഹജ്ജിന്റെ കാര്യം പൂർത്തിയാക്കാൻ പ്രയാസമായി പോകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഉപാധി വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക.
ഫൈൻ ഹബസനി ഹാബിസുൻ, എനിക്ക് എവിടെ നിന്നാണോ തടസ്സം വരുന്നത് അവിടെ നിന്ന് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുന്നതാണ് എന്ന ഉപാധി പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. അല്ലാഹുമ്മ മഹില്ലി ഹൈസു ഹബസ്തനി, എനിക്ക് തടസ്സം നേരിടുന്നിടത്ത് വെച്ച് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വഴിയിൽ നിന്ന് അവസാനിപ്പിക്കേണ്ടി വന്നാൽ പ്രത്യേക പ്രായശ്ചിത്തം ആവശ്യമില്ല. അതല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് വഴിയിൽ നിന്ന് അത് അവസാനിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആള് പിടിക്കപ്പെട്ടു, അങ്ങനെ ഇഹ്റാമിന് വിരമിക്കേണ്ടി വന്നു, അങ്ങനെ വിരമിച്ചുകൊണ്ട് ആ കർമ്മം പൂർത്തിയാക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ മുടിയെടുക്കണം, ഒരു ബലി അറക്കുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപാധി വെക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതിൽ നിന്ന് വിരമിക്കാം, അതിനുവേണ്ടി പ്രത്യേകം ബലിയിറക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ തടയപ്പെട്ടു എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു ബലി നിങ്ങൾ അറുക്കണം എന്ന് പ്രത്യേകമായിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. ഉപാധി വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവേശിച്ചതെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ല, ബലിയുടെ ആവശ്യമില്ലാതെ വിരമിക്കാമെന്നർത്ഥം. ഈ തൽബിയത്ത് ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അഫ്ളലുൽ ഹജ്ജി അൽ അജ്ജു വസ്സജ്ജു, ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് അൽ അജ്ജു വസ്സജ്ജ്, ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ ശബ്ദത്തിലാണ്, ഉച്ചത്തിലാണ് തൽബിയത്ത് ചൊല്ലേണ്ടത്. ആ തൽബിയത്തിന്റെ ശബ്ദം പരിസരത്തുള്ള കല്ലുകളും മരങ്ങളും കേൾക്കുന്നുവെങ്കിൽ, അത്രയും അകലേക്കെത്തുന്ന ശബ്ദമാണെങ്കിൽ അവയെല്ലാം തന്നെ പരലോകത്ത് ഈ മനുഷ്യന് സാക്ഷി പറയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിട്ടുള്ള തൽബിയത്ത്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്ത്, ആ തൽബിയത്ത് നമ്മൾ ആവർത്തിച്ചു ചൊല്ലുക. അതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു, ഞാൻ അവന്റെ എളിയനായൊരു ദാസനാണ്, അള്ളാഹുവിന്റെ ഏകത്വം ഞാൻ അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു, അള്ളാഹുവിന് യാതൊരു പങ്കുകാര്യമില്ല, ഈ ലോകത്തുള്ള എല്ലാ നന്മയുടെയും സർവസ്തുതിയും അള്ളാഹുവിനാണ്, സർവ അധികാരങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ്, എല്ലാവിധ നിഅമത്തുകളും റബ്ബ് നൽകുന്നതാണ് എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തൽബിയത്തിന്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അതെല്ലാവരും കൂടി കൂട്ടമായിട്ട് ചൊല്ലുക എന്ന രീതിയല്ല, ഓരോ വ്യക്തികളും അവനവന്റെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ ആ തൽബിയത്ത് ചൊല്ലുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള രൂപം. ഈ തൽബിയത്ത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടാണ് മക്കയിലേക്ക് എത്തുന്നത്. മക്കയിലെത്തുകയും മക്കയുടെ പരിസരത്തെത്തി മക്ക നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അവിടെ വെച്ചാണ് തൽബിയത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഈ തൽബിയത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മക്കയിലേക്ക് എത്തിയാൽ മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ കുളിക്കാം, ആവശ്യമെങ്കിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. അവിടെ എത്തിയാൽ ആദ്യമായി നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മളുടെ തവാഫ് കർമ്മവും ശേഷമുള്ള സഅയ്യുമാണ്. കാരണം നമ്മൾ ഇബാദത്തിലാണ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മൾ ഇബാദത്തിൽ പ്രവേശിച്ചു. നമസ്കരിക്കുവാൻ വേണ്ടി കൈകെട്ടി നിന്നവന്റെ അവസ്ഥ പോലെയാണ്. ഫാത്തിഹയും സൂറത്ത് ഓതിക്കഴിഞ്ഞിട്ടുണ്ട്, റുക്കൂയിലേക്ക് എത്തിയിട്ടില്ല. ഇതേപോലെ ഒരു കർമ്മത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളൂ, അതിന്റെ ബാക്കി ഭാഗങ്ങൾ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഇബാദത്തിലാണ് നമ്മൾ. ഈ ഒരു ബോധത്തോടു കൂടെയാണ് ഹറമിലേക്ക് പ്രവേശിക്കുന്നത്, മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ എത്തിയാൽ ആദ്യം ചെയ്തിരുന്നത് വുളു എടുക്കുകയാണ്. സാധാരണ ഒരു പള്ളിയിൽ കയറുമ്പോൾ പ്രവേശിക്കുമ്പോൾ പറയേണ്ട ദിക്റുകളെല്ലാം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യണം. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക തഹയ്യത്ത് നമസ്കാരം അല്ല. നമുക്ക് വേണ്ടത് നേരെ നമ്മൾ തവാഫിലേക്ക് പോവുകയാണ്. അവിടെ ജമാഅത്ത് നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിലാണ് എത്തിയതെങ്കിൽ അതിൽ പങ്കെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ നേരെ കഅബയുടെ അടുക്കലേക്ക് പോകണം. തവാഫ് ആരംഭിക്കുന്നത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയ ഭാഗം ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂല, അത് സ്ഥാപിക്കപ്പെട്ട മൂലയുടെ നേരെ നിന്നുകൊണ്ടാണ് തവാഫ് ആരംഭിക്കുന്നത്. നിർദ്ദേശിക്കപ്പെട്ട രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഹജറുൽ അസ്വദ് ചുംബിക്കുക. ചുംബിക്കാൻ സാധിക്കാത്ത വ്യക്തി കൈകൊണ്ട് സ്പർശിക്കുക. അതിനും സാധിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവൻ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യുക. ഇങ്ങനെ ഒരുപക്ഷെ ചുംബിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തൊട്ട് ആ കൈ ചുംബിക്കുക. അതിനും സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൈ കൊണ്ട് ഇഷാറത്ത് ചെയ്യുക. ഇഷാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ തവാഫിന് വുളു നിർബന്ധമാണ്.
തവാഫ് നിർവഹിക്കുമ്പോൾ ഒതു നിർബന്ധമാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒതു എടുത്തിരിക്കണം. അഥവാ ഒതു നഷ്ടപ്പെട്ടാൽ തവാഫിന് വേണ്ടി വീണ്ടും ഒതു ഉണ്ടാക്കുകയും ചെയ്യണം. ഇങ്ങനെ കഅബയുടെ പരിസരത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന നിങ്ങൾക്കറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഇതാണ് സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ. ഇത്തരം പ്രാർത്ഥന ചൊല്ലുകയും എന്നിട്ട് കഅബിന്റെ സമീപത്തേക്ക് എത്തുകയും ചെയ്യുക. കഅബിന്റെ സമീപത്തെത്തുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തിയിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ കഅബയുടെ പരിസരത്തെത്തുമ്പോൾ അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്ന പ്രാർത്ഥനകളാണ് ഇതൊക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത്തരം പ്രാർത്ഥനകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഅബയുടെ പരിസരത്തേക്ക് എത്തിയിട്ടുള്ളത്. ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തിയാൽ നമ്മൾ തുടങ്ങുന്ന തവാഫിന് തവാഫുൽ ഖുദൂം എന്നാ പറയുക. ആദ്യമായി ചെന്ന് കഅബിന്റെ അടുക്കലേക്ക് ആദ്യം ചെന്നുകൊണ്ട് നിർവഹിക്കുന്ന തവാഫ് ആയതുകൊണ്ട് അതിന് തവാഫുൽ ഖുദൂം എന്ന് പറയും അറബിയിൽ. ഖുദൂം എന്നാൽ ഫസ്റ്റിൽ വന്നിട്ടുള്ള ആൾ എന്നർത്ഥം. ആ തവാഫിന് പ്രത്യേകമായൊരു വേഷം നിർദ്ദേശിക്കപ്പെട്ടു. വലത് ചുമൽ പുറത്താവുന്ന രീതിയിൽ ഇടത് ചുമൽ മറയുകയും ചെയ്യുന്ന രൂപത്തിലാണ് നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ച് വസ്ത്രം ധരിക്കേണ്ടത്. സ്ത്രീകൾക്ക് ആ സമയത്തും പ്രത്യേകമായ വേഷവിധാനങ്ങളൊന്നുമില്ല. ഈ തവാഫിന് മാത്രമാണ് ഈ നിയമമുള്ളത്. ഖുദൂമിന്റെ തവാഫിന് മാത്രമാണ് ഈ നിയമമുള്ളത്. ഇങ്ങനെ വസ്ത്രം ധരിച്ച് ഹജറുൽ അസ്വദിന്റെ അടുക്ക് ചെന്ന് ചുംബിക്കുകയോ അതല്ലെങ്കിൽ തൊട്ടുമുത്തുകയോ അതുമല്ലെങ്കിൽ ഇഷാറത്തുകയോ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉമറേ ഇന്നക റജുലുൻ ഖവിയ്യുൻ, നീ നല്ല കഴിവ് ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഫലാ തുദിൽ ദഈഫ്, ദുർബലന്മാരെ നീ ഉപദ്രവിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി സാഹസപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പ്രവാചകന്റെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തുമ്പോൾ അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തവാഫ് ആരംഭിക്കുന്നു. അങ്ങനെയാണ് കഅബന്റെ പരിസരത്തെത്തി തവാഫ് ആരംഭിക്കുന്നത്. ആ തവാഫ് ആരംഭിക്കുമ്പോൾ ഇടതുവശത്തായിരിക്കും നമ്മുടെ കഅബ. അങ്ങനെ നമുക്ക് തവാഫ് ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. ആ രീതിയിൽ നമ്മൾ തവാഫ് ആരംഭിച്ചിട്ട് വീണ്ടും ആ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു തവണ പൂർത്തിയാകുന്നു. ഇങ്ങനെ ആദ്യത്തെ 3 പ്രാവശ്യത്തിൽ റംല് എന്ന് പറയും. അല്പം കാല് അടുപ്പിച്ചു വെച്ച് അല്പം വേഗതയിൽ പോവുക എന്നുള്ളതാണ്. അത് സുന്നത്താണ്. പക്ഷെ സ്വാഭാവികമായും ഹജ്ജിന്റെയും റമദാന്റെയും തിരക്കിന്റെ ഇടയിൽ അങ്ങനെ റംല് നടക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത്രയും തിരക്കുണ്ടായിരിക്കും. ആദ്യത്തെ 3 ചുറ്റലിൽ മാത്രമാണ് അത് സുന്നത്തുള്ളത്. അതേ പ്രകാരം തന്നെ ആ ചുറ്റലിന്റെ ഇടയിൽ ഹജറുൽ അസ്വദിന്റെ മുമ്പത്തെ മൂല എത്തിയാൽ ആ മൂല സ്പർശിക്കൽ സുന്നത്തുണ്ട്. ഹജറുൽ അസ്വദിന്റെ നേരെ മുമ്പെത്തുന്ന മൂല നമ്മൾ തവാഫ് ചെയ്ത് വരുമ്പോൾ ഹജറുൽ അസ്വദിന്റെ മുമ്പത്തെ മൂല സ്പർശിക്കൽ സുന്നത്തുണ്ട്. തൊടാൻ ഉദ്ദേശിക്കാത്ത ആളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് കൈകൊണ്ട് ഇഷാറത്ത് ചെയ്യലോ അവിടെ വേറെന്തെങ്കിലും ചെയ്യാനോ നിർദ്ദേശമില്ല. അതൊന്നും സുന്നത്തില്ല. അവിടെ നിന്ന് ഹജറുൽ അസ്വദ് എത്തുന്ന വരെയുള്ള സ്ഥലങ്ങളിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പറയലാണ് അവിടെ മാത്രമായി നിർദ്ദേശിക്കപ്പെട്ടത്. അങ്ങനെ 7 തവണയാണ് നമ്മൾ തവാഫ് പൂർത്തീകരിക്കുന്നത്. ഈ 7 തവണ തവാഫ് പൂർത്തിയാകുമ്പോൾ ഇത്രയും സ്ഥലത്ത് മാത്രമാണ് നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥന. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? പലതും ചെയ്യുന്ന ആളുകളുണ്ട്. മുദ്രാവാക്യം വിളിക്കുന്നവർ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ആളുകൾ ഏറ്റുപറയുന്നു. ഗ്രന്ഥത്തിലുള്ള അബദ്ധങ്ങളുണ്ടെങ്കിൽ ആ അബദ്ധങ്ങളും ജനങ്ങൾ ഏറ്റുപറയുന്നു. ചില ആളുകൾ എന്തോ അറബിയിൽ പറയും, നിർത്തുമ്പോൾ കേൾക്കുന്നവരെല്ലാം ആമീൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല രീതികളുമുണ്ട്. അവിടെ നമുക്ക് സ്വന്തമായി വിട്ടു തന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് അറിയുന്ന ദുആകള്, സ്വലാത്തുകള്, അതേ പ്രകാരം തന്നെ ഖുർആനിലെ ചെറിയ സൂറത്തുകൾ, നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ മനസ്സിൽ തട്ടും വിധം അള്ളാഹുവിനോട് പറയുക, അതിനുവേണ്ടി നിർദ്ദേശിക്കപ്പെട്ട അവസരമാണ്. നമ്മൾ കഅബയുടെ പരിസരത്താണുള്ളത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സംഗതികളുണ്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുണ്ട്.
ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അത്തരം പ്രാർത്ഥനകളെല്ലാം നിർവഹിക്കേണ്ട സമയമാണ്. അത് നമ്മുടെ ഭാഷയിൽ പറയലാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാകുന്നത്, മനസാന്നിധ്യം ഉണ്ടാവുക. ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകും, അതും അവനവന്റെ മനസ്സിൽ തട്ടും വിധം പറയുക. ഇങ്ങനെ 7 തവണയാണ് നമ്മുടെ തവാഫ് പൂർത്തിയാകുന്നത്. ഓരോ തവണയും ഹജറുൽ അസ്വദിന്റെ നേരെയുള്ള ഭാഗത്തെത്തുമ്പോൾ വീണ്ടും അവിടുന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുക, വീണ്ടും നടക്കുക. ഇതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തവാഫ് തുടങ്ങുന്ന സമയത്ത് ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു നിയ്യത്തിന്റെ പ്രസക്തിയില്ല. ഇതുപോലെ റുക്കൂയിലെത്തുന്ന ആള് ഞാൻ റുക്കൂ ചെയ്യുന്നു എന്ന നിയ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ നമ്മുടെ നിയ്യത്തായി. ഇനി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രത്യേകം നിയ്യത്തിന്റെ ആവശ്യങ്ങളില്ല. അതുകൊണ്ട് അത് ചെയ്യേണ്ടതില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ നിലക്ക് തവാഫ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിർവഹിക്കാനുള്ളത് തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്താണ്. ഇവിടെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശുദ്ധിയില്ലാത്ത സ്ത്രീകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തവാഫ് ചെയ്യാൻ അനുവാദമില്ല. ശുദ്ധി ഉണ്ടെങ്കിലേ തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവര് തവാഫിന് വേണ്ടി ശുദ്ധിയാകുന്നവരെ കാത്തിരിക്കണം. അതല്ലെങ്കിൽ ഹജ്ജിന്റെ സമയമായാൽ അങ്ങോട്ടുള്ള ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഉംറയും ഒരുമിച്ചാക്കുകയും അവസാനം ശുദ്ധിയായ ശേഷം മാത്രം തവാഫിയും ചെയ്യാം. തവാഫ് ചെയ്ത ശേഷമാണ് അശുദ്ധി ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഈ പ്രയാസമുണ്ടായപ്പോൾ റസൂലിനോട് പറഞ്ഞു. റസൂല് പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, തവാഫ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം. തവാഫ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ സഅയ് ചെയ്യാന്നർത്ഥം. തവാഫ് കഴിഞ്ഞ ശേഷമാണ് അശുദ്ധി ഉണ്ടായതെങ്കിൽ സഅയ് ചെയ്യുന്നതിന്, പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു പ്രയാസവുമില്ല. കാരണം സഅയിന് വുളു നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ മഖാമു ഇബ്രാഹിം എന്ന് പറയുന്നത് ക്ലാസ്സിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുക്കാൻ വേണ്ടി ചവിട്ടി നിന്നിരുന്ന കല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലം നമുക്ക് കാണാൻ കഴിയും. അവിടെ ആളുകൾ അത് തൊട്ടുമുത്തുകയും അതിൽ കെട്ടിപ്പണരുകയും ചെയ്യുന്നുണ്ട്. മതപരമായി അത്തരം ഒരു ബർക്കത്ത് അതിൽ നിന്നെടുക്കുവാൻ നമുക്ക് അനുവാദമില്ല, നിർദ്ദേശിക്കപ്പെട്ടതല്ല. മറിച്ച് തവാഫ് കഴിഞ്ഞ ശേഷം ആ മഖാമു ഇബ്രാഹിം ഉള്ളതിന്റെ പിൻഭാഗത്തേക്ക് മാറി നിന്ന് തവാഫിന്റെ സുന്നത്ത് 2 റക്അത്ത് നമസ്കരിക്കണം. തവാഫിന്റെ സുന്നത്ത് 2 റക്അത്ത്. അതിൽ ഒന്നാമത്തേതിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതണം. രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതണം. അത് ഓതി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ചുമലും മറഞ്ഞിരിക്കണം. സാധാരണ നമ്മൾ തവാഫിന് വേണ്ടിയാകുമ്പോൾ ഒരു ചുമലേ മറക്കുള്ളൂ, വലത് ചുമൽ പുറത്തായിരിക്കും. ആ 2 ചുമലും മറയുന്ന രീതിയിൽ വസ്ത്രം മാറ്റിയിടുകയും എന്നിട്ട് തവാഫിന്റെ സുന്നത്ത് നമസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. അത് മഖാം ഇബ്രാഹിമിനെ നമ്മൾ കാണാം. അതിന്റെ പിൻഭാഗത്തേക്ക് മാറി നമസ്കരിക്കുക. അതോട് ചേർന്ന് നമസ്കരിച്ചുകൊണ്ട് ഹാജിമാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതി ഉണ്ടാവരുത്. മറിച്ച് പിന്നിലേക്ക് മാറിയാൽ, പള്ളിയിലേക്ക് കയറി നിന്നാലൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ നമസ്കരിക്കുവാൻ സൗകര്യമുണ്ട്. അല്ലാഹ് പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം മഖാമിൽ നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്ന റബ്ബിന്റെ നിർദ്ദേശമാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അല്പം മാറി നിന്നുകൊണ്ട് നമസ്കരിക്കുക. ഈ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ആവശ്യത്തിനനുസരിച്ച് സംസം വെള്ളം കുടിക്കുക. ക്ഷീണമുണ്ടെങ്കിൽ അല്പം റെസ്റ്റ് എടുക്കാം. സ്വാഭാവികമായി നമ്മളിൽ പ്രായം ചെന്നവരൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടാവും തോന്നില്ല. അതുകൊണ്ട് അടുത്ത കർമ്മത്തിലേക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. അടുത്ത കർമ്മം സഅയാണ്. സഫയിൽ നിന്ന് മർവയിലേക്കുള്ള സഅയാണ്. മർവയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചുമുള്ള സഅയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ സഅയ് ചെയ്യുവാൻ വേണ്ടി ആദ്യം നമ്മൾ പോകുന്നത് സഫയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അബ്ദു ബിമാ ബദ അല്ലാഹു ബിഹി, അല്ലാഹ് തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ്. അല്ലാഹ് പറഞ്ഞത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അല്ലാഹുവിന്റെ ശിആറുകളിൽ, ചിഹ്നങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സഫയിലേക്കാണ് കയറുന്നത്. സഫയിലേക്ക് കയറി ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന ആയത്ത് ഓതുക.
ആ ആയത്ത് ഓതി കഴിഞ്ഞിട്ട് സഫയിലേക്ക് കയറിയിട്ട് കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുക, ഖിബിലക്ക് അഭിമുഖമായി നിൽക്കുക. കഅബ സ്വാഭാവികമായിട്ടും കാണുകയില്ല, നിറയെ തൂണുകളാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. എങ്കിലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറയുക. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇസ്ലാമിൻ്റെ പൊതുവായ ചരിത്രം മുഴുവൻ സംക്ഷേപിച്ചിട്ടുള്ള ഒരു വാക്കാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ. അൻജസ വഅദ, അല്ലാഹുവിന്റെ വാഗ്ദത്തം അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വനസറ അബ്ദ, അല്ലാഹുവിന്റെ അടിമയെ അല്ലാഹു സഹായിച്ചു. വഹസമൽ അഹ്സാബ വഹദ, എല്ലാ സഖ്യകക്ഷികളെയും അല്ലാഹു തന്നെ അവൻ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഈ വാക്കുകൾ നമ്മൾ പറയുക. ഒരു പ്രാവശ്യം ഇത് ചൊല്ലിയ ശേഷം 2 കൈകൾ ഉയർത്തി നമുക്കാവശ്യമുള്ളത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞാൽ വീണ്ടും ഈ ദിക്ർ ചൊല്ലുക, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ഈ ദിക്ർ ചൊല്ലി പ്രാർത്ഥിക്കുക. ഇങ്ങനെ 3 തവണയാണ് ഈ ദിക്ർ ആവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുകയും മർവയിലേക്ക് നടന്നു പോവുകയും ചെയ്യുക. പോകുന്ന വഴിയിൽ 2 പച്ച തൂണുകൾ, പച്ച ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്രയും സ്ഥലങ്ങൾ, ആ തൂണുകൾക്കിടയിലുള്ള സ്ഥലം നമ്മൾ വേഗത്തിൽ ഓടുക. അന്ന് ദാഹജലത്തിന് വേണ്ടി ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയതിന്റെ ഒരു സൂചകം എന്ന നിലക്കാണ് ഇത് നിർവഹിക്കുന്നത്. റസൂൽ പറഞ്ഞു ഫദാലിക സഅയുൻ നാസ്, അതാണ് ഇന്നും ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഅയിന്റെ ചരിത്രമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മർവയിൽ ചെന്ന് കയറും. മർവയിൽ എത്തിക്കഴിഞ്ഞാൽ സഫയിൽ നിന്ന് ചൊല്ലിയ പോലെ ഈ ദിക്ർ 3 തവണ ആവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ സഫയിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം പൂർത്തിയായി. ഇങ്ങനെ സഫയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് 7ാമത്തെ തവണ അവസാനിക്കുന്നത് മർവയിലാണ്. മർവയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടതും സഫയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടതും ഒന്ന് തന്നെ, അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥനയൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ചില സഹാബികളിൽ നിന്ന് റബ്ബി ഗഫിർ വർഹം ഇന്നക അന്തൽ അഅസുൽ അക്രം എന്ന് ആവർത്തിച്ച് പറഞ്ഞതായ ചില റിപ്പോർട്ടുകൾ വന്നു. അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന പ്രാർത്ഥനകൾ നമ്മൾ നിർദ്ദേശിച്ച ഒരു പ്രാർത്ഥനകൾ എന്നൊക്കെ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടില്ല. അതേ സമയത്ത് നമുക്ക് ആവശ്യമായ പ്രാർത്ഥനകൾ ചൊല്ലാം. അതും നമ്മുടെ സൗകര്യത്തിന് അല്ലാഹു വിട്ടു തന്നിരിക്കുന്നു. ഇതൊക്കെ റബ്ബ് നമുക്ക് ചെയ്ത വിശാലമായ അനുഗ്രഹങ്ങളാണ്. ഈ സഈ ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് ഭാഗം പാറയുടെ ചില ഭാഗങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് കയറുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കയറി ചെല്ലുന്നതെല്ലാം ഈ സഫയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അവിടെ പാറകളോട് തന്നെ ചെന്ന് നിൽക്കണം. അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സംവിധാനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേ പ്രകാരം തന്നെ ഇത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമില്ല. സഈന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമില്ല. സഈന് വുളു വേണം എന്ന് നിർബന്ധവുമില്ല. അപ്പ് ആൻഡ് ഡൗൺ 2 ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ 14 തവണ സഈ ചെയ്യേണ്ടി വരും. അപ്പ് ആൻഡ് ഡൗൺ 2 ആയിട്ടാണ് പരിഗണിക്കുന്നത്. സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2 ആണ്. അതുകൊണ്ടാണ് 7ാമത്തെ തവണ മർവയിലാണ് ചെന്ന് അവസാനിക്കുക എന്ന് പറയാൻ കാരണം. തവാഫിന്റെ സമയത്ത് നമ്മൾ ചുമല് പുറത്താവുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്നു. എന്നാൽ സഈനും അത് നിർബന്ധമില്ല, ആവശ്യമില്ല. സഈന് ആ രീതിയിൽ വസ്ത്രം ധരിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശങ്ങളില്ല. ഇനി ചേരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ചിലപ്പോൾ നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ജമാഅത്ത് നമസ്കാരം വരിക. എങ്കിൽ തവാഫ് നിർത്തുകയും ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക. പിന്നീട് എവിടെയാണോ നമ്മൾ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് ബാക്കി പൂർത്തിയാക്കുക. ഇതേ രീതിയിൽ തന്നെ സഈന്റെ ഇടക്കും സംഭവിക്കാം. സഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് ജമാഅത്ത് നമസ്കാരമാകും. അപ്പോൾ നമുക്ക് അവിടെ അവസാനിപ്പിച്ചിട്ട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് ബാക്കി പൂർത്തിയാക്കിയാൽ മതി. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വല്ലാത്തൊരു ക്ഷീണമോ അല്ലെങ്കിൽ നല്ല തിരക്കോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം. ക്ഷീണമുണ്ടെങ്കിൽ അല്പം റെസ്റ്റ് എടുക്കാം. ആവശ്യമായെങ്കിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കാം. ഇതൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാര്യങ്ങൾ പൂർത്തിയാകണമെന്ന് മാത്രം. ഈ തവാഫും സഈയുമെല്ലാം താഴെ തട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ മുകളിലും ചെയ്യുവാൻ സൗകര്യങ്ങളുണ്ട്.
സൗകര്യമനുസരിച്ച് മുകളിലും ചെയ്യാം. ഇതിനൊന്നും പ്രത്യേകിച്ച് പ്രതിഫല വ്യത്യാസമൊന്നുമില്ല. എവിടെയും നമുക്ക് ചെയ്യാവുന്നതാണ്. വിശാലമായ ഉദാരമായ സൗകര്യങ്ങൾ ആ കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഈ മർവയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ പിന്നീട് ചെയ്യാനുള്ളത് മുടിയെടുക്കുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലമുടി കളയുകയോ വെട്ടുകയോ രണ്ടിലൊന്ന് ചെയ്യണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ മുടി മൊത്തമായി കൂട്ടിപ്പിടിച്ച് മുടിയുടെ തലപ്പ് ഭാഗം ഒരു വിരലോളം നീളത്തിൽ മുടി കട്ട് ചെയ്യാണ് വേണ്ടത്. അവിടെ 2 റിയാൽ കൊടുത്താൽ നമ്മുടെ തലയുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ മുടിയെടുത്തിട്ട് യാ അല്ലാഹു എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അത് മുടിയെടുക്കൽ എന്ന് പറഞ്ഞ കർമ്മത്തിൽ ഉൾപ്പെടില്ല. ഈ കർമ്മമായി അത് സ്വീകരിക്കണമെങ്കിൽ തലമുടി മൊത്തത്തിൽ മുറിഞ്ഞിരിക്കണം. അവിടെ പ്രാധാന്യമുള്ളത് മുടി മൊട്ടയടിക്കുന്നതിനാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉംറ കഴിഞ്ഞാൽ ദിവസങ്ങൾ പിന്നെ ഇല്ല. ഉടനെ തന്നെയാണ് നമുക്ക് ഹജ്ജിന്റെ കർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ട് മൊട്ടയടിച്ചാൽ ഹജ്ജിന്റെ സമയമാകുമ്പോഴേക്കും മുടി വളരില്ല. അതുകൊണ്ട് ഇവിടെ നാം മുടി വെട്ടിക്കുകയും ഹജ്ജിന്റെ സമയത്ത് മുടി കളയുകയും ചെയ്യുകയാണ് കൂടുതൽ സൗകര്യം എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് മുടി വെട്ടുന്നതോടുകൂടെ നമ്മളുടെ ഉംറ പൂർത്തിയായി. ഇപ്പൊ ഉംറ കർമ്മം അവസാനിച്ചു. ഇനി അടുത്ത കർമ്മം ഹജ്ജാണ്. ആ ഹജ്ജ് നമ്മൾ ആരംഭിക്കുന്നത് ദുൽഹജ്ജ് 8-ന്റെ അന്നാണ്. ദുൽഹജ്ജ് 8-ന്റെ അന്ന് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഉംറക്ക് ഇഹ്റാമിന് വേണ്ടി കുളിച്ച അതേപോലെ ഹജ്ജിന് വേണ്ടിയും ഇഹ്റാമിന് വേണ്ടി കുളിച്ച് ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ധരിക്കുക. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് തൽബിയത്ത് പ്രഖ്യാപിക്കുക. മീക്കാത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഹറമിന്റെ പുറത്തേക്ക് മസ്ജിദ് ആയിഷയിലേക്കോ ജിറാനിലേക്കോ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മക്കയിലോ പരിസരത്തോ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് കുളിച്ച് ഇഹ്റാമിൻ ഡ്രസ്സ് ധരിച്ച ശേഷം അന്ന് ളുഹറിന്റെ മുമ്പായി അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് നമ്മൾ പറയുന്നതോടുകൂടെ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ഇഹ്റാമിന്റെ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ഹറാമായിരുന്ന കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം മുമ്പ് ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ നിഷിദ്ധമായതുപോലെ ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ചാലും ഇക്കാര്യങ്ങളൊക്കെ നിഷിദ്ധം തന്നെയാണ്. അത് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിച്ചത് ദുൽഹജ്ജ് 8-നാണ്. ഇനി ഈ ഇഹ്റാമിന്റെ ഡ്രസ്സ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് 8, 9, 10-ന്റെ അന്നാണ്. ഈ ഡ്രസ്സിലാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനയിലാണ് താമസിക്കുന്നത്. അന്ന് ളുഹർ നമസ്കാരം മിനയിൽ വെച്ച് നിർവഹിക്കുന്നു. അവിടെ ഓരോ നേരത്തെയും നമസ്കാരം ചുരുക്കിയും ഒരുമിച്ച് കൂട്ടാതെയുമാണ് നമസ്കരിക്കുന്നത്. ഓരോ നേരത്തെയും നമസ്കാരം അതാതിന്റെ സമയത്ത്. ഇപ്പൊ ളുഹറായാൽ ജമാഅത്തായി 2 റക്അത്ത് ളുഹർ നമസ്കാരം, അസറായാൽ ജമാഅത്തായി അസർ നമസ്കാരം 2 റക്അത്ത്, മഗ്രിബ് ചുരുക്കൂല, ഇശാ നമസ്കാരം 2. ഇങ്ങനെ ഓരോ നമസ്കാരം അതാതിന്റെ സമയത്ത് നമസ്കരിക്കുക. അന്ന് എന്താണ് മിനയിൽ ചെയ്യാനുള്ളത്? വേറെ പ്രത്യേകിച്ചൊരു കർമ്മമില്ല. അന്ന് മിനയിൽ താമസിക്കല അന്നത്തെ ഇബാദത്ത്. അന്നത്തെ ഇബാദത്ത് മിനയിൽ ആ ടെന്റിൽ കഴിയാന്നുള്ളതാണ്. അപ്പൊ അന്ന് എന്ത് ചെയ്യണം? അന്ന് മതപരമായ കാര്യങ്ങൾ അറിയുക, പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ ജീവിതത്തിലേക്ക് വേണ്ട വലിയൊരു നിക്ഷേപമുണ്ടാക്കാൻ ജീവിതത്തിൽ നമുക്ക് ഒഴിഞ്ഞു കിട്ടിയ ഒരു ദിനമാണ്. ആ കാര്യങ്ങളൊക്കെയാണ് അന്ന് ചെയ്യേണ്ടത്. അന്ന് ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി അടുത്ത ദിനം ദുൽഹജ്ജ് 9-ന്റെ അന്ന് അറഫ ദിനമാണ്. അന്ന് രാവിലെ സൂര്യോദയമായി കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഇടക്കൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് അവിടെ നിന്ന് അറഫയിലേക്ക് പോകണം. മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകണം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അറഫ ദിനം. അന്ന് ളുഹറിന്റെ മുമ്പായി അറഫയിലേക്ക് എത്തണം. അന്ന് ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് അറഫയിൽ കഴിയുന്നത്. അറഫയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അസർ മുതൽ മഗ്രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള സമയമാണ്. എല്ലാ ഭാഗത്തു നിന്നും ഹജ്ജിന് വന്ന ആളുകൾ മുഴുവനും ഈ അറഫയിലാണ് അന്ന് ഒരുമിച്ച് കൂടുന്നത്. അന്ന് അറഫയിലെത്തിയാൽ ളുഹറും അസറും ചുരുക്കിയും ഒരുമിച്ചുമാണ് നമസ്കരിക്കുക. അറഫയിൽ വെച്ചുകൊണ്ട് ഇമാമിന്റെ ഒരു ഖുത്ബ ഉണ്ടാകും. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അറിഞ്ഞിരിക്കേണ്ട
എല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഖുത്ബ അറഫയിലെ നെമിറ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കും. ഇൻഷാ അല്ലാഹ് ആ ഖുത്ബ കൃത്യമായും കേൾക്കാനുള്ള സൗകര്യം നമുക്കുണ്ടാകും. അങ്ങനെ ഈ ലക്ഷം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഖുത്ബ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ളുഹറും അസ്റും ഒരുമിച്ച് നമസ്കരിക്കും. ആദ്യം 2 റക്അത്ത് ളുഹർ, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 റക്അത്ത് അസ്ർ നിസ്കരിക്കും. ഈ ളുഹറും അസ്റും ളുഹറിന്റെ സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോരുത്തർക്കുമുള്ള അവസരമാണ്. ഓരോ വ്യക്തികൾക്കും അവനവൻ്റെതായ സന്ദർഭമാണ്. നമ്മളൊരു മഹ്ശറിൽ എത്തിയിരിക്കുന്നു എന്ന ധാരണ പോലെയാണ് അവിടെയുള്ള അവസ്ഥ. 35-40 ലക്ഷത്തോളം വരുന്ന ആളുകളെല്ലാം ഒരേ സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സും ചിന്തയും റബ്ബിലേക്ക് മാത്രമായിരിക്കും. അന്നേ ദിനത്തിൽ റബ്ബ് മനുഷ്യരുടെ ഏറ്റവും അടുത്ത് വരുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ യഅതിഖല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ അധികം നരകമോചനം നൽകുന്ന ഒരു ദിനം മറ്റൊന്നില്ല. വഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിമുൽ മലായിക. അന്ന് അല്ലാഹു അടുത്തു വരികയും മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുകയും ചെയ്യും, മാ അറാദ ഹൗലാ, എന്താണ് ഈ ജനങ്ങളെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്? ഉൻദുറൂ ഇലാ ഇബാദി ജാഊനി ശുഅസൻ ഗുബ്റാ. മലക്കുകളെ, എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കൂ, പൊടി പുരണ്ടുകൊണ്ടും മുടി പാറിപ്പറന്നുകൊണ്ടും അവരിതാ വന്നിരിക്കുന്നു എന്നിങ്ങനെ അള്ളാഹു സന്തോഷത്തോടുകൂടെ ജനങ്ങളെക്കുറിച്ച് മലക്കുകളോട് സംസാരിക്കുന്ന ദിനമാണ്. എന്താണോ എൻ്റെ ദാസന്മാർ എന്നോട് ചോദിക്കുന്നത് അവർക്ക് ഞാനിതാ നൽകുന്നു എന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ അള്ളാഹു പ്രഖ്യാപിച്ച ദിനമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കുള്ള ദിനമായി നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി യൗമ അറഫ അശിയ്യത അറഫ. ഞാനും എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരും അറഫാ ദിനത്തിലെ വൈകുന്നേരത്തിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രത്യേകമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതായിരുന്നു. ഈ തഹ്ലീല് ഇടയ്ക്കിടെ നമ്മൾ ആവർത്തിക്കുകയും എന്നിട്ട് കൈ ഉയർത്തി ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് റബ്ബിനോട് പറയാനുള്ളത് അതത്രയും അള്ളാഹുവിനോട് പറയുക, അതിനുള്ള ദിനമാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെതായ കാര്യങ്ങളുണ്ട്, സമൂഹത്തിൻ്റെതുണ്ട്, സമുദായത്തിൻ്റെതുണ്ട്, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണോ ആളുകൾക്ക് പറയാനുള്ളത് അതെല്ലാം പ്രാർത്ഥിക്കാൻ, മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാനുള്ള ദിനമാണ്. അതുകൊണ്ട് ഓരോരുത്തരും തനിച്ച് മറ്റാരെയും ശ്രദ്ധിക്കാതെ തൻ്റെ കാര്യങ്ങളെല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ ലഭ്യമായ അവസരമാണ്. ഖൈറു ദുആ ദുആ യൗമി അറഫ. ഏറ്റവും ഉത്തമമായ ദുആയുടെ പ്രാർത്ഥനയുടെ ദിനമാണ് അറഫാ ദിനത്തിലെ പ്രാർത്ഥന എന്നാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് അന്ന് ദുആ ചെയ്യാൻ, ദുആയിൽ മുഴുകുക. അത് മഗ്രിബ് ആകുന്നവരെയും ആ ദുആയിൽ തുടർന്നുകൊണ്ടിരിക്കുക. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ മാത്രമേ അവിടെ നിന്ന് പുറത്തിറങ്ങാനും പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് പ്രാർത്ഥിച്ചത് പറഞ്ഞത്, പ്രവാചകൻ ഇരു കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഒരു കൈയിൽ ഒട്ടകത്തിന്റെ മുഖയർ പിടിക്കുകയും മറുകൈ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലാ യസാലു ഹാക്കദാ. അപ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രാർത്ഥനയിൽ മുഴുകി എന്നാണ്. അതാണ് ആ ദിനം. അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജില്ല. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതുകൊണ്ട് അറഫ നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, അറഫയ്ക്ക് കൃത്യമായ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിർത്തിയുടെ എല്ലാ ബോർഡുകളും കാണാം. അറഫന്റെ ഉള്ളിലാണോ നമ്മൾ ഉള്ളത് എന്ന് കൃത്യമായും ഉറപ്പുവരുത്തണം. രണ്ടാമത് ശ്രദ്ധിക്കുവാനുള്ളത്, അറഫയിൽ നമ്മൾ വന്നത് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. ആ പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചിലർക്ക് ഈ നാട് കാണുന്നതിൽ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളെ ആൾക്കാർ. പ്രത്യേകിച്ച് അറഫയിലെ പള്ളി എവിടെയാന്നൊക്കെ പോയി നോക്കുക, അങ്ങനെ എവിടെയൊക്കെ ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തല്ലേ. ഇതൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം അറഫ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി വരാറുണ്ട്.
കാരണം പള്ളിയുടെ പരിസരത്ത് അസാധ്യമായ തിരക്കായിരിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്ന ഒരു സ്ഥലമുണ്ട്, ജബൽ അറഫ അല്ലെങ്കിൽ ജബലുർ റഹ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന മല. അതിൽ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. റസൂൽ പറഞ്ഞു തന്നെ, വഖഫ്തു ഹാഹുന വഅറഫാതു കുല്ലുഹാ മൗഖിഫ്, ഞാൻ ഇവിടെ നിന്നു, ഇക്കാണുന്ന അറഫ മുഴുവനും നിങ്ങൾക്കുള്ള സ്ഥലമാണ്. റസൂലിന് വേണ്ടി എവിടെങ്കിലും നിൽക്കുക. അപ്പൊ അവിടെ തന്നെ പൊത്തിപ്പിടിച്ച് കയറി നിൽക്കണമെന്ന് വാശി പിടിച്ചിട്ട് അപകടപ്പെടുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഫലത്തിൽ സംഭവിക്കുന്നത് അവർക്ക് അറഫ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരും. അതേപോലെ ചില ആളുകൾ അറഫയിൽ എത്തിയിട്ട് ളുഹർ മുതൽ അല്ലെങ്കിൽ സുബഹി മുതൽ രാവിലെ എത്തും. രാവിലെ എത്തിയത് മുതൽ തന്നെ ദുആയിൽ മുഴുകുകയും അന്ന് അസറാകുമ്പോഴേക്ക് സുഖമായി കിടന്നുറങ്ങുകയും ചെയ്യും. പിന്നെ അറഫ അറിയുന്നത് ബാങ്ക് വിളിച്ചിട്ടാണ്, മഗ്രിബ്. അതൊക്കെ നമ്മളെത്തി വരുന്ന അബദ്ധങ്ങളാണ്. അക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അറഫയിലെത്തിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനും പടച്ചവനും ഒരു മഹ്ശറയുടെ പ്രതീതിയാണ്. എല്ലാ മനുഷ്യരും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അന്ന് അറഫയിൽ നിന്ന് അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത് മഗ്രിബ് ആയ ശേഷമാണ്. മഗ്രിബിന്റെ മുമ്പ് പിരിഞ്ഞു പോകാൻ പാടില്ല. അറഫയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്രതമില്ല. എന്നാൽ അറഫ ദിനത്തിൽ ഹാജിമാരല്ലാത്തവർക്കെല്ലാം നോമ്പെടുക്കൽ പ്രത്യേക സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ചുകൊണ്ട് ഒരു കോപ്പ പാല് കുടിച്ച് നോമ്പില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഗ്രിബ് ആയിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചാൽ അവിടെ നിന്ന് മഗ്രിബ് നമസ്കാരമില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ പുറപ്പെടുന്നത് മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫയിൽ എത്തിയിട്ടാണ് മഗ്രിബ് നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ നൽകിയത് നിങ്ങൾ ശാന്തമായി പ്രവഹിക്കുക എന്നാണ്. കാരണം ഒരേ സമയത്ത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോട് അവിടെ നിന്ന് പ്രവാഹമായിരിക്കും. ആ പ്രവാഹത്തിൽ നിങ്ങൾ ശാന്തമായി പോവുക എന്നാണ് അല്ലാഹു റസൂൽ നൽകിയ ഉപദേശം. ഖുർആൻ പറഞ്ഞു, ഫൈദാ അഫൽതും മിൻ അറഫാത്ത് ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അറഫയിൽ നിങ്ങൾ പ്രവഹിച്ചു കഴിഞ്ഞാൽ മശ്അരുൽ ഹറാമിൽ വെച്ചുകൊണ്ട് മുസ്ദലിഫയിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുക. നമ്മൾ മുസ്ദലിഫയിലേക്കാണ് പോകുന്നത്. മുസ്ദലിഫയിലെത്തിയാൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കർമ്മം അവിടെ വെച്ചുകൊണ്ട് മഗ്രിബ് 3 ഇശാ 2 ജമ്മാക്കി ചുരുക്കി നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങലാണ് അവിടുത്തെ ഇബാദത്ത്. മുസ്ദലിഫയിൽ ചെയ്യേണ്ടത് അവിടെ വെച്ചുകൊണ്ട് നേരത്തെ തന്നെ എത്രയും നേരത്തെ കടന്നുറങ്ങുകയും ക്ഷീണമില്ലാതിരിക്കുകയും ചെയ്യുക. അടുത്ത ദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മുസ്ദലിഫയിലെത്തിയാൽ എത്രയും വേഗം ഉറങ്ങാനുള്ള ശ്രമം നോക്കണം. എത്തിക്കഴിഞ്ഞാൽ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കല്ല് പെറുക്കുന്ന ആളുകളുണ്ട്. അടുത്ത ദിവസം കല്ലേറുണ്ടല്ലോ. കല്ല് പെറുക്കി കഴുകി വൃത്തിയാക്കി കീസിലാക്കി വെക്കുന്ന ആളുകളുണ്ട്. കല്ല് മുസ്ദലിഫയിലെ കല്ലുകൊണ്ട് വേണം മിനയിൽ എറിയാൻ എന്ന് യാതൊരു നിയമവുമില്ല. കല്ല് നമുക്ക് അവിടെ നിന്ന് പെറുക്കാം, വഴിയിൽ നിന്ന് പെറുക്കാം, മിനയിൽ നിന്നും കല്ലെടുക്കാം. മുസ്ദലിഫയിലെ കല്ലും കല്ലേറും തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധവും ആ വിഷയത്തിലില്ല. അന്ന് രാത്രി കടന്നുറങ്ങി സുബഹി കഴിഞ്ഞ്, സുബഹി ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് ഏകദേശം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നല്ല വെളിച്ചം വരും. ആ സമയത്താണ് അവിടെ നിന്ന് പിന്നീട് നമ്മൾ പുറപ്പെടുന്നത്. അതാ ദുൽഹജ്ജ് 10-ന്റെ അന്ന്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അന്ന് ചന്ദ്രൻ മറഞ്ഞ ശേഷം, അർദ്ധരാത്രി കഴിഞ്ഞാൽ ചന്ദ്രൻ അസ്തമിക്കും. ചന്ദ്രൻ അസ്തമിച്ച ശേഷം അവർക്ക് പുറപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അസ്മാ റളിയല്ലാഹു അൻഹ നേരത്തെ പുറപ്പെടുകയും സുബഹിക്ക് മുമ്പ് തന്നെ കല്ലെറിയുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഫജ്റിന്റെ മുമ്പായി കല്ലെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിഷമമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരത്തെ അവിടെ താമസിക്കുകയും സുബഹിക്ക് മുമ്പ് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സുബഹി നമസ്കാരം അവിടെ നിർവഹിച്ച് സുബഹിക്ക് ശേഷം അല്പനേരം ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥന നിർവഹിച്ച് ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് പുറപ്പെടേണ്ടത്. അന്ന് ദുൽഹജ്ജ് 10 അന്ന് ആദ്യമായി ചെയ്യുവാനുള്ളത് കല്ലെറിയുകയാണ്. ജംറത്തുൽ അഖബയിലാണ് കല്ലെറിയുന്നത്. ഒരു സ്ഥലത്ത് മാത്രമാണ് കല്ലെറിയാനുള്ളത്. അത് കഴിഞ്ഞാൽ ബലിയിറക്കണം, മുടി കളയണം, ഹജ്ജിന്റെ തവാഫ് ചെയ്യണം, ഹജ്ജിന്റെ സഈ ചെയ്യണം. ഈ 5 കർമ്മങ്ങളാണ് അന്ന് നിർവഹിക്കാനുള്ളത്. കല്ലെറിയുവാൻ 7 കല്ലാണ് വേണ്ടത്. യാതൊരു തിരക്കുമില്ലാതെ സുഖമായിട്ട് കല്ലെറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്.
നമ്മൾ ചെറിയ കല്ലാണ് പെറുക്കേണ്ടത്, ഒരു കടലമണിയോളം വലിപ്പമുള്ള കല്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, റസൂല് പറഞ്ഞൊരാശയം ബി അംസാലി ഹൗല, ചെറിയ കല്ലുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള കല്ലുകൊണ്ട് നിങ്ങൾ എറിയുക എന്ന്. ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ അതിർ കടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ താക്കീത് പറയുന്നു. വലിയ കല്ലുകൊണ്ടെറിഞ്ഞാൽ അത് മതത്തിന്റെ നിയമത്തെ അതിലംഘിക്കലാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഗുലുവ ഫിദ്ദീൻ, മതം പറഞ്ഞത് എന്താണോ അതിനേക്കാളും അധികം ചെയ്തതാണ് നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ നശിക്കാൻ കാരണം എന്നുകൂടി പ്രവാചകൻ ഈ കല്ലെറിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കല്ലെറിയുന്നത് എന്തിനാണ്? അവിടെ ഒരു ബടാ ശൈത്താനുണ്ട്, ചോട്ടാ ശൈത്താനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിശാചിനെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയാണ് ശൈത്താൻ എന്ന് ചോദിച്ചിട്ടാണ് വികാരത്തോടുകൂടെ വന്ന് കല്ലെറിയുന്നത്. അത്തരത്തിൽ പിശാചിനെ എറിഞ്ഞോടിക്കുക എന്നതല്ല കല്ലെറിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇല തവാഫു വസ്സഈഉ വറമ്യു ലിഇഖാമത്തി ദിക്രില്ലാ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുവാനാണ് കല്ലെറിയുന്നത്, പടച്ചവനെ ഓർക്കാനാണ് കല്ലെറിയുന്നത്. അല്ലാഹ് എറിയാൻ പറഞ്ഞപ്പോൾ എറിയുന്നു, ഓടാൻ പറഞ്ഞോടത്ത് ഓടുന്നു, ഉറങ്ങാൻ പറയുന്നോടത്ത് ഉറങ്ങുന്നു. എന്താണോ റബ്ബ് കൽപ്പിക്കുന്നത് അതങ്ങ് അനുസരിക്കുക എന്നതാണ് ആ കല്ലെറിന്റെ ഉദ്ദേശം. അതുകൊണ്ട് കല്ലെറിയുമ്പോൾ ഓരോ കല്ലും ഇങ്ങനെ പതുക്കെ നമ്മൾ ആ എറിയാനുള്ള സ്ഥലത്തേക്ക് എറിയുന്നു. ആ സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കല്ലെറിയുന്നത്. ഈ കല്ലെറിയുന്നവരെ നമ്മളെ തൽബിയത്ത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. കല്ലേറോടുകൂടെ തൽബിയത്ത് അവസാനിച്ചു. ദുൽഹജ്ജ് 8 അന്ന് മിനയില് ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ നാം തുടങ്ങിയ തൽബിയത്ത് അതിന്റെ ആവർത്തനമാണ് 8-നും 9-നും നടന്നത്. 10 അന്ന് രാവിലെ മുസ്ദലിഫയിൽ നിന്ന് കല്ലെറിയുവാൻ വേണ്ടി മിനയിലേക്ക് വരുമ്പോഴും ഇതാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കല്ലേറോടുകൂടെ അവസാനിച്ചു. പെരുന്നാൾ ദിനമാണെന്ന് കല്ലേറ് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ സംബന്ധിച്ചും വലിയ കാര്യം പ്രശ്നമില്ല, അത് ബാങ്കുകൾ മുഖേന നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടും. അതോടൊപ്പം നമുക്ക് ചെയ്യാനുള്ളത് അന്ന് വലിയ നമ്മുടെ മുടിയെടുക്കലാണ്. കല്ലേറ് കഴിഞ്ഞാൽ മുടിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുടിയെടുക്കുന്നവരും മുടി വെട്ടിയവരും മുടി കളയുന്നവരും ഉണ്ടായിരുന്നു. 3 തവണ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് മുടി കളഞ്ഞവർക്ക് വേണ്ടിയാണ്. അപ്പൊ വെട്ടിച്ച ആളുകൾ റസൂലിനോട് പറഞ്ഞു, വൽ മുഖസ്സിരീൻ, നബിയെ മുടി വെട്ടിച്ചവർക്കും കൂടി എന്ന് പറയുന്നു. 4ാമത്തെ പ്രാവശ്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാർത്ഥനയിൽ മുടി വെട്ടിച്ചവർ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് മുടി കളയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇത്തരം സന്ദർഭങ്ങളിൽ അതിനൊരു പ്രയാസം തോന്നാതിരിക്കുകയും ചെയ്യുക. മുടി കളഞ്ഞതോടുകൂടെ നമ്മൾ ഹജ്ജിൽ നിന്നുള്ള വിരാമത്തിലെത്തി. മുടി കളയുക, ബലിയിറക്കുക, ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക, ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചാൽ ഹജ്ജിൽ നിന്നുള്ള 1ാമത്തെ വിരാമമായി. ഇതുവരെ നമുക്ക് നിഷിദ്ധമായിരുന്ന കാര്യങ്ങളിൽ ഭാര്യ-ഭർത്തൃ ബന്ധമല്ലാത്തതൊക്കെ അനുവദനീയമായി. മുടി കളഞ്ഞതിന് ശേഷം പോയി കുളിച്ച് സാധാരണ ഡ്രസ്സ് ധരിക്കാം, സുഗന്ധം ഉപയോഗിക്കാം, ഇതൊക്കെ അനുവദിക്കപ്പെട്ടു. ഭാര്യ-ഭർത്തൃ ബന്ധവും കൂടി അനുവദനീയമാകുന്ന അവസ്ഥ വരണമെങ്കിൽ ഹജ്ജിന്റെ തവാഫും സഅയും ചെയ്തിരിക്കണം. ഇനി അന്നേ ദിനത്തിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഹജ്ജിന്റെ തവാഫും സഅയുമാണ്. തവാഫും സഅയിന്റെ രൂപം നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഇഫാദയുടെ തവാഫ് എന്നാണ് ഇതിന് പറയുക. ഈ തവാഫ് അന്നേ ദിവസം ചെയ്യാൻ സാധിക്കുന്നവർ അന്ന് തന്നെ ചെയ്യുക. ഇനി വേണമെങ്കിൽ അവർക്ക് മറ്റു ദിവസങ്ങളിലേക്ക് അത് മാറ്റാം. ദുൽഹജ്ജ് മാസം അവസാനം വരെ നീട്ടിക്കൊണ്ടുപോകാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രായമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് മറ്റു ദിവസങ്ങളിലേക്ക് അത് മാറ്റി വെക്കാവുന്നതാണ്. ഈ 5 കർമ്മങ്ങളെന്ന് നിർവഹിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ക്രമം അതിൻ്റെ ഏറ്റവും ഉത്തമമായ ക്രമമാണ്. ഈ ക്രമത്തിൽ നിന്ന് മാറിക്കൊണ്ട് ചെയ്യാം. ചില ആളുകൾ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ തവാഫ് ചെയ്തില്ല, ആദ്യം സഅയാണ് ചെയ്തത്, പിന്നെയാണ് തവാഫ് ചെയ്തത്. ചിലര് പറഞ്ഞു ഞാൻ ആദ്യം മുടി കളഞ്ഞിട്ട് പിന്നെയാണ് ബലിയറുത്തത്. ചിലര് പറഞ്ഞു ഞാൻ ആദ്യം അറുത്ത് വന്നിട്ടാണ് കല്ലെറിഞ്ഞത്. ഇങ്ങനെ ഓരോരുത്തരും ക്രമം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റസൂല് പറഞ്ഞു ലാ ഹറജ് ലാ ഹറജ്, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവും ഇല്ലാതെ. അപ്പൊ ഈ ക്രമത്തിൽ തന്നെ ചെയ്യണം എന്നുള്ളതിന്റെ ഉത്തമമായ രൂപമാണ്. ഒരാൾക്ക് സൗകര്യപ്രദമായി തോന്നുന്നുവെങ്കിൽ അത് മാറ്റി ചെയ്യാവുന്നതാണ്.
ഒരാൾക്ക് തോന്നാണ് രാവിലെ പോയി തവാഫ് ചെയ്യാം, എന്നാ കുറച്ച് തിരക്ക് കുറയും, തവാഫ് കഴിഞ്ഞിട്ട് കല്ലെറിയാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൗകര്യമനുസരിച്ച് ചെയ്യാവുന്നതാണെന്ന് അർത്ഥം. അപ്പൊ ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനയിൽ നിന്ന് ആരംഭിച്ച് അന്ന് മിനയിൽ കഴിഞ്ഞു, 9-ന്റെ അന്ന് പകൽ അറഫയില്, അന്ന് രാത്രി മുസ്ദലിഫയില്, 10-ന് വീണ്ടും നമ്മൾ മിനയിലെത്തി, അന്ന് രാവിലെ കല്ലെറിഞ്ഞു, പിന്നെ മുടിയെടുത്ത് ബലികർമ്മവും നിർവഹിച്ച് പിന്നീട് മക്കയിൽ പോയി തവാഫും സഅയും ചെയ്തു. ഈ തവാഫും സഅയും ഈ രൂപത്തിലുള്ള സഅയ് ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത് നമ്മളെപ്പോലെ തമത്തുവായി ചെയ്യുന്നവർക്കാണ്. ആദ്യം ഉംറ ചെയ്ത് വിരമിച്ചിട്ട് പിന്നീട് ഹജ്ജ് ചെയ്യുന്നവരാണ്. അതേ സമയത്ത് ഈ രൂപത്തിലല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായി രണ്ടും ഒരുമിച്ച് ഖിറാനായിട്ട് ഒന്നിച്ച് തൽബിയത്ത് ചൊല്ലിയ ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചും ഒരു തവണ സഅയ് ചെയ്താൽ മതി, ഏതെങ്കിലും ആദ്യത്തിലോ അവസാനത്തിലോ സഅയ് ചെയ്താൽ മതി. അപ്പൊ ഈ 5 കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി മിനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അന്ന് താമസം മിനയിൽ തന്നെയാണ്. അന്ന് രാത്രി മിനയിൽ താമസിക്കുകയും അന്ന് മിനയിൽ കഴിയുകയുമാണ് വേണ്ടത്. അടുത്ത ദിനത്തിൽ അഥവാ ദുൽഹജ്ജ് 11, അതിന്റെ അടുത്ത ദിനമാണ് ദുൽഹജ്ജ് 12. ഈ 2 ദിനങ്ങളിൽ 3 സ്ഥലങ്ങളിൽ കല്ലെറിയണം. 3 സ്ഥലങ്ങളുണ്ട് കല്ലെറിയേണ്ടത്. അത് ഒന്നാമത്തെ ജംറ, രണ്ടാമത്തെ ജംറ, മൂന്നാമത്തത് ജംറത്തുൽ അഖബ നമ്മൾ എറിഞ്ഞിട്ടുള്ളത്. ഈ 3 സ്ഥലങ്ങളിൽ കല്ലെറിയണം. എല്ലായിടത്തും 7 കല്ല് വീതമാണ് എറിയേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കല്ലെടുക്കുക, അത് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കല്ല്, വൃത്തിയുള്ള കല്ലെടുത്താൽ മതി. ആ കല്ല് മിനയിൽ നിന്ന് തന്നെ എടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. മിനയിൽ തന്നെ പരിസരങ്ങളിലൊക്കെ ധാരാളം ചെറിയ കല്ലുകൾ കിട്ടും. അപ്പൊ അത്തരം കല്ലുകൾ 7 കല്ല് വീതം ഓരോ സ്ഥലത്ത് എറിയണം. അത് ഒന്നായിട്ട് ഒരു ഏറെറിഞ്ഞാൽ ഒരു കല്ലേ ആകുള്ളൂ കേട്ടോ. 7 കല്ലും ചുരുട്ടി പിടിച്ച് ഒരൊറ്റ ഏറെറിയുന്നവരുണ്ട്. അങ്ങനെ എറിഞ്ഞാൽ ഒന്നേ ആകുള്ളൂ, ബാക്കി 6 അയാൾക്ക് ബാക്കി ഉണ്ടാവും. ഓരോ കല്ലും ഓരോന്നായിട്ട് തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എറിയുക. ഒന്നാമത്തെ ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ വലത് വശത്തേക്ക് മാറി നിൽക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ജംറയിൽ എറിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ജംറയിൽ എറിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയില്ല, അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഈ ഏറിന്റെ സമയം ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. ദുൽഹജ്ജ് 10-ന്റെ അന്ന് നമ്മൾ എറിഞ്ഞത് രാവിലെയാണ്. ഈ 11-നും 12-നുമുള്ള ഏർ ആരംഭിക്കുന്ന സമയം, അതിന്റെ സമയം തുടങ്ങുന്നത് ളുഹറിന്റെ ശേഷമാണ്. മഗ്രിബ് വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായ സമയം. ഫജ്ർ വരെ, അടുത്ത സുബഹി വരെ വിശാലമായ സമയമുണ്ട്. അപ്പൊ സൗകര്യപ്രദമായ സമയം നോക്കിയിട്ട് ഈ 3 ജംറകളിൽ എറിയുക. ഇതാണ് 11-നും 12-നും ചെയ്യാനുള്ള കർമ്മം. അന്ന് വേറെ കർമ്മങ്ങളൊന്നും വേറെ ചെയ്യാനില്ല. അപ്പൊ അന്നേ ദിനത്തിൽ മറ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹൈമയിൽ നമ്മൾ ഇരുന്ന് എന്തൊക്കെയാണോ മതപരമായ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഖുർആൻ പാരായണം ചെയ്യാനും അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ശീലിക്കാനൊക്കെ ഉള്ള അവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യാം. 12-ന് അന്ന് മഗ്രിബോടുകൂടെ തിരിച്ചു പോരുന്നവരുണ്ട്. അന്ന് രാത്രി അവിടെ താമസിച്ചിട്ട് 13-ന്റെ അന്ന് എറിയുന്നവരുമുണ്ട്. രണ്ടും ഖുർആൻ അനുവദിച്ചതാണ്. ഖുർആൻ പറഞ്ഞു ഫമൻ തഅജ്ജല ഫീ യൗമൈൻ ഫലാ ഇസ്മ അലൈഹി. 2 ദിനം കൊണ്ട് മതിയാക്കി പോകുന്നവർക്ക് കുറ്റമില്ല, 13-ന് അന്ന് കൂടി എറിയുന്നതിനും യാതൊരു വിരോധവുമില്ല, അത് പുണ്യമുണ്ട് എന്ന് ഖുർആൻ സൂചിപ്പിച്ചു. സ്വാഭാവികമായും നമുക്കവിടെ കാണാം 12-ന്റെ അന്ന് മിക്കവാറും ആളുകളെല്ലാം അവിടെ നിന്ന് തിരിച്ചു പോകും. അപ്പൊ 12-ന് അന്ന് തിരിച്ചു പോരുന്ന ആളുകള് മഗ്രിബിന്റെ മുമ്പായി എറിഞ്ഞിരിക്കണം. ളുഹറിന്റെ ശേഷമാണ് എറിയാനുള്ള സമയം തുടങ്ങുന്നത്. അപ്പൊ ളുഹർ കഴിഞ്ഞ ഉടനെ പോയി എറിയുക. ഏറ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ മക്കയിലേക്ക് പോകണം. വിദാഇന്റെ തവാഫ് ചെയ്യണം. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അവസാനം വിദാഇന്റെ തവാഫ് ചെയ്യണം. ആ തവാഫും 7 തവണയാണ്. വിദാഇന്റെ തവാഫ് ഒരു തവണയല്ല, 7 പ്രാവശ്യം തന്നെ തവാഫ് ചെയ്യണം. മുമ്പ് നമ്മൾ ചെയ്ത തവാഫിന്റെ അതേ രൂപത്തിൽ 7 തവണ ചെയ്യണം. ആ തവാഫ് കഴിഞ്ഞാൽ അന്ന് തിരിച്ചു പോരാം. വിദാഇന്റെ തവാഫും കഴിഞ്ഞ് തിരിച്ചു പോരാം. നമ്മൾ അന്ന് തിരിച്ചു പോരുന്നത് നമ്മളെ കുറിച്ച് സംബന്ധിച്ച്, ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് വിദാഇന്റെ തവാഫ് നാട്ടിലേക്ക് എന്നാണോ പോകുന്നത് അന്നാണ് അവരുടെ വിദാഇന്റെ തവാഫ് ഇവിടെ വാങ്ങൽ തവാഫ് ഉണ്ടാവുക.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 12-ന് അന്ന് ഉച്ചയ്ക്ക് ശേഷം പോയി അന്ന് മഗ്‌രിബിന് മുമ്പായിട്ട് എറിഞ്ഞ് മക്കയിലേക്ക് പോവുകയും മക്കയിൽ നിന്ന് വിദായിന്റെ തവാഫ് നിർവഹിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. ഇനി 12-ന് അന്ന് രാത്രിയും അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർ 13-ന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ 3 ജംറകളും എറിഞ്ഞിട്ട് പിന്നെ വിദായിന്റെ തവാഫ് ചെയ്ത് തിരിച്ചു പോരണം. വിദായിന്റെ തവാഫ് എന്നാണോ യാത്ര പറഞ്ഞു പോരുന്നത് അന്നാണ് അവർ ചെയ്യേണ്ടത്. ഇത്രയും കർമ്മങ്ങളാണ് ഹജ്ജിൽ കർമ്മം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ എണ്ണപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് പ്രധാനപ്പെട്ട ഇബാദത്ത്. ദുൽഹജ്ജ് 10, 11, 12, 3 ഈ ദിനങ്ങളിൽ നമ്മളവിടെ അതാമസിക്കാം. ഈ 11-നും 12-നും ഏറ്റവും പ്രധാനമായ ഇബാദത്ത് എന്ന നിലക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമുക്കുണ്ടായിരിക്കുക എന്നാണ്. അപ്പൊ പടച്ചവനെ ഓർക്കുന്ന, പരലോകത്തെ പറ്റി ബോധമുണ്ടാകുന്ന എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ ചെയ്യാൻ കഴിയുന്നത് അതിൽ മുഴുകിക്കൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 2 ദിനം നമ്മൾ ഹൈമയിൽ കഴിയുന്നതെന്നർത്ഥം, മിനയിൽ കഴിയുന്നത്. ഇവിടെ ചരിത്രപരമായ ഒരുപാട് സംഗതികൾ ഇതോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കർമ്മം മാത്രമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. ഇതിനിടയിൽ വാദി മുഹസ്സബ് ഉണ്ട്, അതേ പ്രകാരം തന്നെ മുഹസ്സറുണ്ട്. ബഅബ പൊളിക്കാൻ വന്നിട്ടുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ച, ആന സൈന്യത്തെ നശിപ്പിച്ച പ്രദേശവും അതിന്റെ ചരിത്രവും ഓർക്കുന്ന ഭാഗങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികളെയും ബഹിഷ്കരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത പ്രദേശങ്ങളുണ്ട്. നാം കല്ലെറിയുന്ന ജംറത്തുൽ അഖബ അത് ഇസ്ലാമിന്റെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ്. അവിടെ വെച്ചുകൊണ്ടാണ് മദീനക്കാരെ റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതും മദീനക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളതും. മിനയിൽ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലിയിറക്കാൻ കൊണ്ടുപോയത്. അവിടെ വെച്ചുകൊണ്ടാണ് മകനെ അറക്കുന്നതിന് പകരം ആടിനെ ബലിയിറത്തിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലിയിറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പിശാച് വരികയും മകനെ അറക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ച് പിന്മാറ്റുവാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയും അവനെ എറിഞ്ഞോടിക്കുകയും ചെയ്ത ചരിത്ര സ്മരണ ഈ കല്ലെറിന്റെ പിന്നിലുണ്ട്. അങ്ങനെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യങ്ങളായ ധാരാളം സ്ഥലങ്ങളും ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളും നമ്മുടെ ഈ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യങ്ങളിലെ കുറെ കൂടി അതിന്റെ ഗാഢമായ തലങ്ങൾ മനസ്സിലാക്കാനും ചെയ്യുന്ന കർമ്മങ്ങളുടെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനും കഴിയും. അപ്പൊ ചുരുക്കത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഈ രീതിയിലൊക്കെയാണ് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ വിദായിന്റെ തവാഫ് കൂടി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മം പൂർത്തിയായി, മക്കയോട് വിട പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു. ഇതാണ് ഹജ്ജ് കർമ്മത്തിന്റെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രയൊക്കെ തന്നെയാണെങ്കിലും ശരി, ഹജ്ജ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല സംശയങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അതാത് സമയത്ത് സംശയം തീർക്കുവാൻ നിങ്ങളെ കൂടെ ആളുകൾ ഉള്ളത് കൊണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസകരമായി തീരുന്നതല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായ സൗകര്യമുള്ള കാലത്താണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നത്. പ്രവാചകനോ അതൊക്കെ മുമ്പുള്ള ആളുകളൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചതൊക്കെ നമ്മൾ ചരിത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ആ മലയും കുന്നുകളും താണ്ടിക്കൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അവർ സഹിച്ച ത്യാഗങ്ങളൊന്നും ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഹജ്ജിന് അതിൻ്റെതായ ത്യാഗമുണ്ട്, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, അധ്വാനങ്ങളുണ്ട്. നല്ല അധ്വാനവും ക്ഷമയും ഇല്ലാതെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല. എല്ലാ സംവിധാനമുള്ള ഇക്കാലത്ത് പോലും ഹജ്ജ് ചെയ്ത് കഴിയുമ്പോഴേക്ക് നല്ല അധ്വാനം ഉണ്ടാവും. പക്ഷേ ആ അധ്വാനം മധുരമുള്ളതാണ്. ഇതിന് പകരം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഈ അധ്വാനമെല്ലാം നഷ്ടമല്ല, എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം മധുരമുള്ളതാണ്. കാരണം നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്കെല്ലാം സഞ്ചരിക്കുന്നത് നമ്മുടെ കഫം പുടവാണിഞ്ഞിട്ടാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഫം പുടവ അവൻ ധരിച്ച ഇഹ്റാമിന്റെ വസ്ത്രമാണ്. ആ കഫം പുടവ ധരിച്ച് മഹ്ശറയിലൂടെ കടന്നുകൊണ്ടാണ് നമ്മൾ അവിടെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർത്തും നമ്മൾ ആത്മീയമായ ഒരു ലോകത്താണ്. ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പരിചയപ്പെട്ട് അതിനോട് നമ്മൾ ഇണങ്ങുമ്പോഴേക്ക് റബ്ബ് പറഞ്ഞു പോകണം, അവിടെ നിന്നൂടാ. നമ്മുടെ കയ്യിൽ പണമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിച്ചുകൂടാ. ലളിതമായൊരു ജീവിതം നമ്മൾ ശീലിച്ചു.
നമ്മൾ അതുവരെയും കൃത്യനിഷ്ഠയില്ലാതെ ചെയ്തിരുന്ന പല കർമ്മങ്ങളും വളരെ കൃത്യമായി നിർവഹിക്കുന്നു. എല്ലാ നമസ്കാരങ്ങളും ദിക്റുകളും അതാതിൻ്റെ സമയത്ത് കൃത്യമായി നിർവഹിച്ച് അങ്ങനെ നന്മകളെല്ലാം ജീവിതത്തിൽ ഉണ്ടായി വന്നു. ദുന്യാവിനോടൊരു വിരക്തിയുണ്ടായി, പടച്ചവനുമായി അടുപ്പമുണ്ടായി, മരിക്കാൻ ഞാൻ തയ്യാറായിക്കൊണ്ടുള്ള ഒരു ജീവിതം. ആ ജീവിതമാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്ന ആശയം. തൗഹീദിന്റെ സന്ദേശമാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളിലും പ്രകടമായിട്ടുള്ളത്. ആവർത്തിച്ചു ചൊല്ലാൻ നമ്മൾ ആവശ്യപ്പെടുന്നതും തൗഹീദിന്റെ വചനങ്ങൾ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും നമ്മുടെ പ്രവാചകന്റെയും ഒക്കെ പാദസ്പർശനം ഏറ്റുകിടക്കുന്ന ചരിത്രങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആ മഹാന്മാരുടെ ത്യാഗോജ്ജലമായ ജീവിതമാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചുംബിച്ച ആ സ്ഥാനത്ത് ചുംബിക്കുകയാണ് നമ്മൾ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ചെയ്യുന്നത്. പ്രവാചകൻ സ്പർശിച്ച ഒരു സ്ഥലം സ്പർശിക്കാൻ ഇന്ന് നമുക്ക് എവിടെയുമില്ല. നമുക്കത് ലഭിക്കുന്ന ഏക അവസരം ഈ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ മാത്രമാണ്. അത്രമാത്രം പ്രവാചകന്റെ ജീവിതവുമായി അഭേദ്യ ബന്ധമുള്ള പ്രവാചകന്റെ സുന്നത്തുകൾ പകർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ത്യാഗോജ്ജലമായ സാമ്പത്തികവും ശാരീരികവുമായ സർവത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കർമ്മത്തിൽ അബദ്ധം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിലെവിടെയും പടച്ചോനല്ലാത്തോട് നമ്മൾ പ്രാർത്ഥിച്ചുകൂടാ. അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കൽപ്പിക്കപ്പെട്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്, ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളത് ചെയ്യുക. കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ, നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന കണ്ടാലും നമ്മളത് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ചെയ്തു പോകരുത്. ചില കാര്യങ്ങൾ വളരെ അബദ്ധമായിരിക്കും, വലിയ അപകടമുള്ളതായിരിക്കും, ചിലപ്പോൾ ഹജ്ജിന്റെ പ്രതിഫലം തന്നെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. അതേപോലെ ഹജ്ജിന്റെ ഇടയിൽ തള്ളലും തിരക്കുകളും ഒക്കെ ഉണ്ടാകും. ഹജ്ജ് നമ്മളെ ശരിക്ക് പരിശീലിപ്പിക്കുന്ന ഒരു മഹത്തായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ആ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക തന്നെ വേണം. ക്ഷമയും സഹനവും ഹജ്ജിന്റെ മുഖ്യമായ ഘടകമാണ്. മറ്റുള്ളവരെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടിയുള്ള സേവനവും ഹജ്ജിലെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിന്റെ ഏതോ ഭാഗത്തു നിന്ന് വന്ന മനുഷ്യരാണ്. അവരുമായി വഴക്കും വക്കാണും ഉണ്ടാക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഹജ്ജിനാണ് ഞാൻ വന്നത് എന്ന ബോധം നമുക്കുണ്ടാവുകയും ആ ബോധത്തോടുകൂടെ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അങ്ങനെ ശരിയായ രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ തീർച്ചയായും നമ്മൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഖയൗമ വലദത്തുഹു ഉമ്മുഹു, മാതാവ് ജന്മം നൽകിയ ദിനത്തിലെ കുഞ്ഞിനെ പോലെ വിശുദ്ധനായിരിക്കും. എല്ലാ നന്മകളും ശീലിച്ച് ദുശീലങ്ങളെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടായി പടച്ചവനോട് വളരെ അടുത്ത് പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് എന്നിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ തിരിച്ചു പോരുന്നത്. ഈ ഒരു വിജയത്തിനുള്ള അവസരം അള്ളാഹു നമുക്ക് ഒരുക്കുന്നത് ഹജ്ജിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച ലക്ഷ്യമനുസരിച്ച് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യുവാൻ നമ്മയെല്ലാം റബ്ബ് സഹായിക്കുമാറാകട്ടെ. ഹജ്ജിനെത്തിച്ചേരുന്ന എല്ലാ ആളുകൾക്കും ഉദ്ദേശിച്ച രീതിയിൽ പ്രതിഫലാർഹമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين وصلى الله وسلم على محمد وعلى آله وصحبه.